ഇന്ന് 2 തരത്തിലെ പുട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൈറ്റ് പുട്ട് കുറവായതുകൊണ്ട് തന്നെ ഗോതമ്പ് പൊടി കൊണ്ടാണ് കേട്ടോ ബാക്കി ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ രാവിലെ തന്നെ പുട്ടും കടലയും കഴിച്ച് ഞാൻ പോയി കുളിച്ചിട്ടോ. കുളി കഴിഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞ് വയറ് ഞാൻ നോക്കുകയാണ് കേട്ടോ. അതും കഴിഞ്ഞ് നട്ട്സ് കുറച്ച് കഴിച്ചു കേട്ടോ. നട്ട്സിനോടൊന്നും ഇപ്പോൾ വലിയ താല്പര്യമൊന്നുമില്ല, പിന്നെ ഇതൊക്കെ കഴിക്കണമല്ലോ എന്ന് വിചാരിച്ച് കഴിക്കുന്നതാട്ടോ. പിന്നെ മാതള നാരങ്ങയും ഇതൊന്നും എനിക്കിപ്പോൾ ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. പിന്നെയും ആദ്യമൊക്കെ കഴിച്ചിരുന്നു, ഇപ്പം എന്താണെന്നറിയില്ല, ഇതിൻ്റെ ടേസ്റ്റൊന്നും എനിക്ക് പിടിക്കാത്ത പോലെ കേട്ടോ തോന്നുന്നത്. എന്നാലും കുറച്ചൊക്കെ ഞാനിപ്പോൾ കഴിക്കാൻ ശ്രമിക്കാറുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇരുമ്പാമ്പുളി ഉണ്ടായിരുന്നത് കുറച്ച് അരിഞ്ഞ് ഉപ്പ് പുരട്ടി ഉണക്കാൻ വെയിലത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. കാരണം ഇത് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ചീത്തയായി പോകും. അച്ചാറിട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞാനിത് അരിഞ്ഞ് വെയിലത്ത് ഉണക്കാൻ വെക്കാനായിട്ട് പോകുന്നു കേട്ടോ. അതും കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഉച്ചയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ടൈം. അപ്പോഴേക്കും മീൻകറി നമുക്ക് ചേച്ചി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വറുക്കാനുള്ള മീനാണെങ്കിൽ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഏട്ടനുള്ള സാമ്പാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൊത്തമര ഉപ്പേരി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏട്ടന് സാമ്പാറും കൊത്തമരയാണ്, ഞങ്ങൾക്ക് മീൻകറിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ അതും കൂടി ഉച്ചയായപ്പോഴേക്കും ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നമ്മുടെ ഇവിടെ പൊന്നനുണ്ട് കേട്ടോ. പൊന്നന് ചോറ് കൊടുത്തു. അത് കഴിഞ്ഞത് ആ പൊന്നൻ്റെ കളിയാട്ടോ. ഏട്ടൻ കിടക്കണോടത്ത് പോയിട്ട് പൊന്ന ഭയങ്കര കളിയായിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു കളിയാണ്. പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും പുറത്തുനിന്ന് വാങ്ങി അട കഴിച്ചു, പിന്നെ സലാഡും. അപ്പോൾ ഇത്രേ ഉള്ളൂ.